ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തെർമൽ എഞ്ചിനീയറിംഗിലെ 4th മൊഡ്യൂളിലെ പെർഫോമൻസ് ടെസ്റ്റിംഗ് ഓഫ് IC എഞ്ചിൻസിൽ വരുന്ന രണ്ട് ടോപ്പിക്കാണ്. ഫസ്റ്റ് വൺ ഹീറ്റ് ബാലൻസ് ടെസ്റ്റ്, സെക്കൻഡ് വൺ റിട്ടാർഡേഷൻ ടെസ്റ്റ്. ഇതിൽ ആദ്യത്തെ ഹീറ്റ് ബാലൻസ് ടെസ്റ്റ് നോക്കാം. ഒരു എൻജിനിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇൻപുട്ടാണ്. അതായത് ഫ്യൂവല് ബേൺ ചെയ്യുന്ന സമയത്ത് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ്. ആ ഹീറ്റ് വെച്ചിട്ടാണ് എൻജിൻ വർക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ കൊടുക്കുന്ന ഹീറ്റ് 100% ആയിട്ട് ഒരിക്കലും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് മാത്രമേ യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. റിമൈനിങ് ഒക്കെ പല രീതിയിലായിട്ട് വേസ്റ്റായി പോവുകയാണ്. ഓക്കെ, അതായത് ഓൺലി എ പാർട്ട് ഓഫ് ദി സപ്ലൈഡ് എനർജി ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. ദ റെസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് എയ്തർ വേസ്റ്റഡ് ഓർ യൂട്ടിലൈസ്ഡ് ഇൻ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ. സ്പെഷ്യൽ ആപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നത് ടർബോ ചാർജിങ് പോലുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വേസ്റ്റ് ഹീറ്റ് റീകവറി സിസ്റ്റം. അവിടെയൊക്കെ ഇതിൻ്റെ വേസ്റ്റ് ഹീറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തത് The two main parts of the heat not available for work are heat carried away by exhaust gas and cooling medium. ഇതിൻ്റെ മീനിങ് എന്താണ്? വർക്ക് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ഒഴിച്ചാൽ മെയിനായിട്ടുള്ള രണ്ട് ലോസസ് ആണ് പറയുന്നത്. ഒന്ന് ഹീറ്റ് ക്യാരിഡ് അവേ ബൈ എക്സോസ്റ്റ് ഗ്യാസ്, അടുത്തത് കൂളിംഗ് വാട്ടർ കൊണ്ടുപോകുന്ന ഹീറ്റ്. ഓക്കെ, അത് രണ്ടും മെയിൻ ലോസസ് ആണ്. ഒരു എൻജിനിലോട്ടുള്ള ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം മെയിൻ ഇൻപുട്ട് എന്താണ്? ഫ്യൂവൽ ആൻഡ് എയർ. ഫ്യൂവൽ എയറും എൻജിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് ബേൺ ചെയ്യും. ഓക്കെ, ആ ഹീറ്റ് വെച്ചിട്ടാണ് എൻജിൻ വർക്ക് ചെയ്യുന്നത്. വേറെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എൻജിൻ്റെ ഉള്ളിലോട്ട് വരുന്നുണ്ട്, കൂളിംഗ് വാട്ടർ വരുന്നുണ്ട്. ഇനി ലീവ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ബേൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സോസ്റ്റ് ഗ്യാസ് ലീവ് ചെയ്യുന്നുണ്ട്, അതേമാതിരി കൂളിംഗ് വാട്ടർ ലീവ് ചെയ്യുന്നുണ്ട്, ലൂബ്രിക്കേറ്റിംഗ് ഓയിലുണ്ട്. അതേപോലെ റേഡിയേഷൻ ഫോമിൽ എന്ത് ചെയ്യുന്നുണ്ട്? എൻജിനിൽ നിന്ന് പുറത്തോട്ട് ഹീറ്റ് പോകുന്നുണ്ട്. ഈ കൂളിംഗ് വാട്ടർ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹീറ്റ് ക്യാരി ചെയ്യുന്നുണ്ടാവും, എക്സോസ്റ്റ് ഗ്യാസ് ഹീറ്റ് ക്യാരി ചെയ്യുന്നുണ്ട്. പിന്നെ എൻജിൻ്റെ ഹീറ്റ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ക്യാരി ചെയ്യുന്ന ഹീറ്റ് നെഗ്ലക്റ്റ് ചെയ്യുന്നു. ആ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് അത് നെഗ്ലക്റ്റ് ചെയ്ത് കളയും. ഇനി ഇതിൽ എൻജിനിലെ വേരിയസ് ഹീറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. ഹീറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ സോഴ്സ് എന്നാണുള്ളത്, ഹീറ്റ് സപ്ലൈഡ് ബൈ ദി ഫ്യൂവൽ. അതങ്ങനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക. മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ ഇൻറ്റു കാലോറിഫിക് വാല്യൂ ചെയ്താൽ എന്തായി? എൻജിനിലോട്ടുള്ള ഹീറ്റ് ഇൻപുട്ടായി. ഓക്കെ, ഇനി ഹീറ്റ് ഏതൊക്കെ രീതിയിലേക്കാണ് കൺസ്യൂം ചെയ്യുന്നില്ലത്. അതിൽ ആദ്യത്തേത് എന്ന് വെച്ചാൽ എൻജിനിലെ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻജിൻ്റെ കൊടുക്കുന്ന ഹീറ്റിൻ്റെ ഒരു പാർട്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ബ്രേക്ക് പവർ നമുക്ക് എൻജിനെ ലോഡ് ചെയ്തിട്ട് മെഷർ ചെയ്തെടുക്കുക. അതാണ് ഫസ്റ്റത്തത്. അടുത്തത് ഹീറ്റ് റിജക്റ്റഡ് ടു കൂളിംഗ് വാട്ടർ. കൂളിംഗ് വാട്ടർ ക്യാരി ചെയ്യുന്ന ഹീറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ഫ്ലോ റേറ്റ് ഓഫ് കൂളിംഗ് വാട്ടർ ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് കൂളിംഗ് വാട്ടർ ഇൻറ്റു കൂളിംഗ് വാട്ടർ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ മൈനസ് കൂളിംഗ് വാട്ടർ ഇൻലെറ്റ് ടെമ്പറേച്ചർ. അടുത്തത് ഹീറ്റ് ക്യാരിഡ് ബൈ എക്സോസ്റ്റ് ഗ്യാസ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്? മാസ് ഫ്ലോ റേറ്റ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് മൈനസ് റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ. അടുത്ത് വരുന്നതാണ് അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസ്. ആ റേഡിയേഷൻ പോലെയുള്ള ഹീറ്റ് ലോസൊക്കെ കൗണ്ട് ചെയ്യുന്നത് അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസിലാണ്. അൺഅക്കൗണ്ടഡ് അങ്ങനെ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ BP പ്ലസ് ഹീറ്റ് ക്യാരിഡ് ബൈ കൂളിംഗ് വാട്ടർ പ്ലസ് ഹീറ്റ് ക്യാരിഡ് ബൈ എക്സോസ്റ്റ് ഗ്യാസ് എക്സെട്ര. അത് ചെയ്താൽ എന്ത് കിട്ടും? അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസ് കിട്ടും. ഈ ഹീറ്റ് ബാലൻസിലെ ഒരു സാമ്പിൾ പ്രോബ്ലം നോക്കാം. Question: In a test of single cylinder diesel engine, the following data were observed. Draw the energy balance sheet. Load on brake drum 10 kg, radius of brake drum 21 cm, speed 850 rpm, fuel consumption 0.670 kg per hour, calorific value 44,000 kJ per kilogram,
എയർ കൺസംഷൻ 43.38 kg/h, കൂളിംഗ് വാട്ടർ റൈസ് ഇൻ ടെമ്പറേച്ചർ 15 degree centigrade, എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ 325 degree centigrade, CP of gas 1.115 kJ/kg Kelvin, room temperature 34 degree centigrade, mass flow rate of cooling water 97.68 kg/h. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് ലിസ്റ്റ് ചെയ്യുക. ഇതാണ് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. W-S എന്ന് വെച്ചാൽ അതിലെ ലോഡ് ഓൺ ബ്രേക്ക് ഡ്രം യൂണിറ്റ് കിലോഗ്രാമിലാണ്. R റേഡിയസ് ഓഫ് ബ്രേക്ക് ഡ്രം, N RPM എഞ്ചിൻ RPM ആണ്, MF മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ, CV കലോറിഫിക് വാല്യൂ, MW എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് കൂളിംഗ് വാട്ടർ ആണ്, ∆TW എന്ന് പറഞ്ഞാൽ റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് കൂളിംഗ് വാട്ടർ, MA എന്ന് വെച്ചാൽ മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ ആണ്, TG എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ, TA എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആംബിയൻറ്റ് ടെമ്പറേച്ചർ, CG എന്ന് വെച്ചാൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്. അതിൽ ആദ്യം കണ്ടുപിടിക്കുന്നത് ബ്രേക്ക് പവർ. ബ്രേക്ക് പവർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 2π/NT/60 വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ലോഡ് ഇൻറ്റു റേഡിയസ്. ലോഡ് W-S ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, റേഡിയസ് തന്നിട്ടുണ്ട്. 9.81 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലോഡിൻ്റെ വാല്യൂ കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്, അതിനെ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് 9.81. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടി? ബ്രേക്ക് പവറിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ഹീറ്റ് സപ്ലൈഡ് ബൈ ദ ഫ്യൂവൽ, മാസ് ഓഫ് ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ ആണെന്ത്? ഹീറ്റ് സപ്ലൈഡ് ബൈ ഫ്യൂവൽ. മാസ് ഫ്ലോ റേറ്റിൻ്റെ യൂണിറ്റ് kg/h തന്നിരിക്കുന്നത്, kg/s കൺവേർട്ട് ചെയ്യാനാണ് 3600 ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഹീറ്റ് സപ്ലൈഡ് ബൈ ദി ഫ്യൂവൽ കിട്ടി, അതായത് എൻജിനിലോട്ടിലെ ഇൻപുട്ട് കിട്ടി. ഓക്കെ, ഇനി എത്ര പെർസെൻറ്റേജാണ് ബ്രേക്ക് പവർ എന്നങ്ങനെ കണ്ടുപിടിക്കുന്നത്? ബ്രേക്ക് പവർ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ബൈ ഫ്യൂവൽ ഇൻറ്റു 100. ഓക്കെ, അത് ചെയ്താൽ 22.34% എന്ന് കിട്ടും. അടുത്തത് ഹീറ്റ് ടേക്കൺ ബൈ കൂളിംഗ് വാട്ടർ. ഇക്വേഷൻ എന്താണ്? മാസ് ഫ്ലോ റേറ്റ് ഓഫ് കൂളിംഗ് വാട്ടർ ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് കൂളിംഗ് വാട്ടർ ഇൻറ്റു ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ മൈനസ് ഇൻലെറ്റ് ടെമ്പറേച്ചർ. ഇവിടെയും നമ്മളെ മാസ് ഫ്ലോ റേറ്റ് എന്നിരിക്കുന്നത് kg/h, അതിനെ kg/s കൺവേർട്ട് ചെയ്യണം. പിന്നെ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എത്രയാണ്? 4.2 kJ/kg Kelvin. അതേമാതിരി റൈസ് ഇൻ ടെമ്പറേച്ചർ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് 15. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഹീറ്റ് ടേക്കൺ ബൈ കൂളിംഗ് വാട്ടർ കിട്ടും. അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് വാല്യൂ ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ഇൻറ്റു 100. ആ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. സിമിലർലി എന്തും കണ്ടുപിടിക്കുക? ഹീറ്റ് ടേക്കൺ ബൈ ദി എക്സോസ്റ്റ് ഗ്യാസ്. ഇവിടെ ഞാൻ എന്താ അസ്യൂം ചെയ്തിരിക്കുന്നത്? മാസ് ഫ്ലോ റേറ്റ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്, അതായത് mgയും മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയറും സെയിം ആയിട്ട്, അതായത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയറിൻ്റെ വാല്യൂവിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് ഫ്യൂവലിൻ്റെ ഫ്ലോ റേറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൽ എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ആംബിയൻറ്റ് ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഹീറ്റ് ടേക്കൺ ബൈ എക്സോസ്റ്റ് ഗ്യാസും കിട്ടും. അതിൻ്റെ പെർസെൻറ്റേജും കണ്ടുപിടിക്കുക. ഈ വാല്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കുക? അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹീറ്റ് സപ്ലൈഡ് എന്ന് കണ്ടുപിടിച്ച് ബാക്കി വാല്യൂസൊക്കെ ആഡ് ചെയ്തിട്ട് ആദ്യത്തിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസ് കണ്ടുപിടിച്ചാൽ എന്ത് കണ്ടുപിടിക്കും? അതിൻ്റെ പെർസെൻറ്റേജും കണ്ടുപിടിക്കുക. അടുത്തത് ഹീറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് സപ്ലൈഡ് ബൈ ദ ഫ്യൂവലാണ്. അതിൻ്റെ വാല്യൂ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡെബിറ്റ് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നത്? ബ്രേക്ക് പവർ കൺസ്യൂം ചെയ്യുന്നത് വാല്യൂ പെർസെൻറ്റേജ്. ഓക്കെ, ആ രീതിയിൽ കൂളിംഗ് വാട്ടർ അതിൻ്റെ പ്രൊപ്പോർഷണലി വാല്യൂ ആൻഡ് പെർസെൻറ്റേജ്, എക്സോസ്റ്റ് ഗ്യാസ് പെർസെൻറ്റേജ്, അതേമാതിരി അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസിൻ്റെ വാല്യൂ പെർസെൻറ്റേജ്. ഇതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടാണ് ഹീറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ അടുത്ത ടോപ്പിക്ക് റിട്ടാർഡേഷൻ ടെസ്റ്റാണ്. റിട്ടാർഡേഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എൻജിൻ്റെ ഫ്രിക്ഷൻ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. റിട്ടാർഡേഷൻ ടെസ്റ്റിൽ ചെയ്യുന്നത് എൻജിനെ
റിട്ടാർഡ് ചെയ്യും. റിട്ടാർഡ് ചെയ്യുന്ന വെച്ചാൽ എന്താ, അതിൻ്റെ സ്പീഡ് കുറക്കും. ഫ്യൂവൽ സപ്ലൈ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, എൻജിൻ്റെ സ്പീഡ് കുറച്ചിട്ടാണ് റിട്ടാർഡേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് നോക്കാം. ഫസ്റ്റ്, എൻജിൻ എന്താ ചെയ്യുന്നത്, എൻജിൻ ഈസ് മെയ്ഡ് ടു റൺ അറ്റ് നോ ലോഡ് ആൻഡ് റേറ്റഡ് സ്പീഡ്. When the engine is running under steady operating condition, the fuel supply is cut off and simultaneously the time to fall in speed by say 20%, 40%, 60% and 80% of rated speed is recorded. ഇതിൻ്റെ മീനിങ് എന്താ, ആദ്യം എൻജിനെ നോ ലോഡിൽ റേറ്റഡ് RPMൽ റൺ ചെയ്യിക്കും. ഓക്കെ, റേറ്റഡ് RPM ഇപ്പോൾ 1000 RPM ആണ് വിചാരിക്കുക. സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫ്യൂവൽ സപ്ലൈ കട്ട് ചെയ്താൽ എന്ത് ചെയ്യും, നോർമലി എൻജിൻ്റെ സ്പീഡ് കുറയും. ആ 1000 RPMന്ന് ഒരു 800 RPMലോട്ട് സ്പീഡ് റെഡ്യൂസ് ചെയ്യാനുള്ള ടൈം ആദ്യം നോട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, തിരിച്ചിട്ട് ആദ്യം എൻജിനെ 1000 RPMലേക്ക് തന്നെ എത്തിക്കും. പിന്നെ 1000 RPMന്ന് ഒരു 600 RPMലേക്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം നോട്ട് ചെയ്യും. അതേപോലെ 1000ന്ന് ഒരു 400 RPMലേക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ടൈം നോട്ട് ചെയ്യും. അതുപോലെ 1000ന്ന് 200 RPMലോട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ടൈമും നോട്ട് ചെയ്യും. ഇതൊക്കെ നോ ലോഡ് കണ്ടീഷനിൽ ആദ്യം ചെയ്തു. അതിനുശേഷം എന്താ ചെയ്യുന്നത്, സെയിം പ്രൊസീജിയർ എവിടെ ചെയ്യും, എൻജിനെ 50% ലോഡ് ചെയ്തിട്ട് സെയിം പ്രൊസീജിയർ ചെയ്യും. ഫ്യൂവൽ സപ്ലൈ കട്ട് ചെയ്തിട്ട് റേറ്റഡ് RPM എന്ന് കൺസിഡർ ചെയ്യുന്ന സ്പീഡിലോട്ട് സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈമാണ് എടുക്കുന്നത് അത് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അതിന് ശേഷം എന്താ ചെയ്യുന്നത്, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഗ്രാഫിൻ്റെ Y കോർഡിനേറ്റ് എന്താ എടുക്കുന്നത്, ഡ്രോപ്പ് ഇൻ സ്പീഡാണ്. അതേമാതിരി X കോർഡിനേറ്റ് എന്താ എടുക്കുന്നത്, ടൈം ഫോർ ഡ്രോപ്പ് ഇൻ സ്പീഡ്. നോ ലോഡ് ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെയും 50% ലോഡ് ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെയും റിസൾട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും, ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ആ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Y കോർഡിനേറ്റ് എടുക്കേണ്ടത് ഡ്രോപ്പ് ഇൻ സ്പീഡാണ്, X കോർഡിനേറ്റാണ് ടൈം ഫോർ ഡ്രോപ്പ് ഇൻ സ്പീഡ്. ഈ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് 50% ലോഡിനാണ്. അടുത്ത ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് നോ ലോഡിനാണ്. ഇനി ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു RPM എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു 100 RPMൻ്റെ റേഞ്ചാണ്. ആ 100 RPM സ്പീഡ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോ ലോഡിൽ എടുക്കുന്ന ടൈം, ആ 100 RPM പ്രൊപ്പോർഷണലായിട്ട് നോ ലോഡിൻ്റെ ഗ്രാഫ് ഇവിടെയാണ് വരുന്നത്. ആ നോ ലോഡിൽ ആ 100 RPM സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം ഞാൻ T2 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, ടൈം T2. അതേപോലെ 50% ലോഡിൽ റൺ ചെയ്യുന്ന സമയത്ത് ആ 100 RPM ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടൈം T3 നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ T2ഉം T3ഉം കിട്ടിക്കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ടോർക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. TF = TL × T3 / T2 - T3. TL എന്ന് വെച്ചാൽ ലോഡ് ടോർക്കാണ്. ലോഡിൽ എൻജിൻ റൺ ചെയ്യുന്ന സമയത്തുള്ള ടോർക്ക്. ഈ TF അല്ലെങ്കിൽ ഫ്രിക്ഷൻ ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഫ്രിക്ഷൻ പവർ കണ്ടുപിടിക്കുക. 2πN/TF/60 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് എന്ത് കിട്ടും, ഫ്രിക്ഷൻ പവർ കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് റിട്ടാർഡേഷൻ ടെസ്റ്റ് വഴി ഫ്രിക്ഷൻ പവർ കണ്ടുപിടിക്കുന്നത്.